സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനം. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സാദര നമസ്കാരം. നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണീയ പഠനത്തിൽ ഇന്ന് 16ാം ദശകമാണ് പഠിക്കുന്നത്. 16ാം ദശകം നരനാരായണ അവതാരം, ദക്ഷയാഗം, ഈ രണ്ട് കഥകളുമാണ് 16ാം ദശകത്തിലൂടെ പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം. ആദ്യത്തെ ശ്ലോകം ചൊല്ലാം, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അധ വിരിഞ്ചതനയ ദക്ഷ, ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷ പ്രജാപതി മനോതനൂജാം പ്രസൂതിം ലബ്ധ്വായിഹ ഷോഡശ കന്യാ ആപച. സ്വയംഭുവമനുവിന്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത് ഇവളിൽ 16 കന്യകകളെ ലഭിക്കുകയും ചെയ്തു. ധർമ്മേ ത്രയോദശ പിതൃഷു സ്വധാം, ധർമ്മദേവന് 13 കന്യകമാരെയും പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി സ്വാഹാം ത്വദംശേ ഗിരിശേ സതീം ദദൗ. അഗ്നിക്ക് സ്വാഹയെയും അവിടുത്തെ മൂർത്തിഭേദമായ ശിവന് സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു. ഇതാണ് 16ാം ദശകത്തിലെ 1ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു തരുന്നത്. ബ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി സ്വയംഭുവ മനുവിന്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവളിൽ 16 കന്യകമാര് ഉണ്ടായി. ആ 16 കന്യകമാരില്
13 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ഒരു പെൺകുട്ടിയെ, അതായത് സ്വധ എന്നു പേരായ പെൺകുട്ടിയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. സ്വാഹ എന്നു പേരായ പെൺകുട്ടിയെ അഗ്നിദേവന് വിവാഹം ചെയ്തു കൊടുത്തു. 13, 2, 15. പിന്നീടുള്ള പെൺകുട്ടിയുടെ പേര് സതീദേവി എന്നാണ്. ആ സതീദേവിയെ അങ്ങയുടെ തന്നെ ഗുരുവായൂരപ്പ, അങ്ങയുടെ തന്നെ സ്വരൂപമായ അംശരൂപിയായിരിക്കുന്ന ആ മഹാദേവന് ശ്രീ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നത്. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തില് 1-ാം അധ്യായത്തില് 47-ാം ശ്ലോകം മുതൽ 7-ാം അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ സംക്ഷേപമാണ് ഇനി അങ്ങോട്ടുള്ള ഈ ദശകം മുഴുവനായിട്ടും വർണ്ണിക്കുന്നത്. അടുത്തതായിട്ട് നരനാരായണ അവതാരം വർണ്ണിക്കും. ഈ ശ്ലോകം നമുക്ക് 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദോ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദോ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അഥ വിരിഞ്ചതനയ ദക്ഷ. ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിയുടെ കഥയാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിലൂടെ ആരംഭിച്ചത്. ഇനി 2-ാമത്തെ ശ്ലോകത്തിലൂടെ നാരായണ അവതാരം, ഇത് തന്നെയാണ് നരനാരായണ അവതാരം എന്നും പറയുന്നത്. അതാണ് വിവരിച്ചിരുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കാം. 2-ാമത്തെ ശ്ലോകം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതുര്യഘോഷാ പുഷ്പോൽക്കരൻ പ്രഭവൃഷുർനുനുവു സുരൗഘാഃ. ധർമ്മഗൃഹിണീ മൂർത്തി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണല്ലോ. ധർമ്മദേവന്റെ പത്നിയായ മൂർത്തി, ധർമ്മദേവന്റെ പത്നി മൂർത്തിയാണ്. മഹിതാനുഭാവം ഭവന്തം നരസുഖം നാരായണം സുഷുവേ. ലോകപൂജിതമായ തേജസ്സോടുകൂടിയ നിന്തിരുവടി തന്നെയായ നരനാരായണന്മാരെ പ്രസവിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് മൂർത്തി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണ് ലോകപൂജിതമായ തേജസ്സോടുകൂടിയ ഗുരുവായൂരപ്പൻ തന്നെയായ നരനാരായണന്മാരെ പ്രസവിച്ചത്. മൂർത്തി സർവഗുണോൽപത്തി നരനാരായണ വൃഷി എന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നു. സുഷുവെ പ്രസവിച്ചത്. യജ്ജന്മനി പ്രമുദിതാസുരൗഘ, യാതൊരു നരനാരായണന്മാരുടെ അവതാരത്തിൽ സന്തുഷ്ടരായ ദേവസംഘം. കൃതതുര്യഘോഷ പുഷ്പോൽക്കരൻ പ്രഭവൃഷു നുനുവു ച, വാദ്യഘോഷം മുഴക്കി പുഷ്പസമൂഹം വാരി വരുഷിച്ചു സ്തുതിക്കുകയും ചെയ്തു. ദക്ഷന്റെ 13 പുത്രിമാരെ ധർമ്മദേവനാണ് വിവാഹം ചെയ്തത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നു. ആ പുത്രിമാരിൽ ഒരുവളാണ് മൂർത്തി.
16 പുത്രിമാരിൽ ഒരുവളാണ് മൂർത്തി. നരനാരായണ അവതാരത്തിൻ്റെ ഒരു ഫലം ദുഷ്ടനിഗ്രഹമാണ്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശ്ലോകം 2 അതാണ് വർണ്ണിച്ചു തുടങ്ങിയത്. ധർമ്മദേവന്റെ ഭാര്യയായിരിക്കുന്ന മൂർത്തി ആകട്ടെ മഹാപ്രഭാവത്തോടുകൂടിയിരിക്കുന്ന നരനാരായണനായ അങ്ങയെ നരൻ എന്ന സഹോദരനോടൊപ്പം പ്രസവിച്ചു. അങ്ങനെയാണ് നരനും നാരായണനും. ഇരട്ടക്കുട്ടികളായ നരനാരായണന്മാരുടെ അവതാര സമയത്ത് ദേവഗണങ്ങള് സന്തുഷ്ടരായിട്ട് ഭേരീനാദം മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതുര്യഘോഷ പുഷ്പോൽക്കരാൻ പ്രഭവൃഷുർമുനുവുസുരൗഘ. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതുര്യഘോഷ പുഷ്പോൽക്കരാൻ പ്രഭവൃഷുർമുനുവുസുരൗഘ. അടുത്ത ശ്ലോകം 3 ആ നരനാരായണമൂർത്തിയുടെ അവതാര ലക്ഷ്യം എന്താണെന്നൊക്കെ കാണിച്ചു തരികയാണ്. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തോ ശിഷ്ടൈക കങ്കടമമും യഹദം സലീലം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. ഭവന്തൗ സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ 1000 കൊല്ലത്തെ തപസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് തന്നെയായ നരനാരായണന്മാര് ഭവന്തൗ ബഹുവചനായിട്ടാണ് പറയുന്നത്. അവിടുന്ന് തന്നെയായ നരനാരായണന്മാര് ഭവന്തൗ സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന ഓരോന്നു വീതം കവചൈപരീതം സഹസ്രകവചം ദൈത്യം 1000 പോർച്ചട്ടകളണിഞ്ഞ അഥവാ മാർച്ചട്ടകളണിഞ്ഞ സഹസ്ര കവചൻ എന്ന അസുരനെ 1000 കവചങ്ങളാണുള്ളത്. അങ്ങനെയുള്ള സഹസ്ര കവചൻ എന്ന് പേരായിട്ടുള്ള അസുരനെ എന്തു ചെയ്തു? പര്യായ നിർമ്മിത തപ സമരവും ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട്, അതായത് 1000 സംവത്സരം 1000 കൊല്ലത്തെ തപസ് പിന്നെ 1000 കൊല്ലത്തെ യുദ്ധം, ഇത് രണ്ടുമാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ 1000 കൊല്ലം തപസ് ചെയ്യും, അപ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ അദ്ദേഹം തപസ് ചെയ്യും, മറ്റദ്ദേഹം യുദ്ധം ചെയ്യും. ഇങ്ങനെയാണ് രണ്ടുപേരും ചെയ്തത്. പര്യായ നിർമ്മിത തപസ്സമരവും ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട് ശിഷ്ടൈക കങ്കടം കൃത്വാ അമും സലീലം ന്യഹതാം ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് ആ അസുരനെ അനായാസേന നിഗ്രഹിച്ചു. ഇവിടെ 1000 സംവത്സരക്കാലത്തെ തപസ്സും അതേ സമയം തന്നെയുള്ള സമരവും കൊണ്ടു മാത്രം ഛേദിക്കുവാൻ സാധിക്കുന്ന 1000 കവചങ്ങളോടുകൂടിയ സഹസ്ര കവചൻ എന്ന അസുരനെ ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട തപസ്സും സമരവും കൊണ്ട് ഒരൊറ്റ കവചം മാത്രമുള്ളവനാക്കിയിട്ട് അവസാനം അവിടുന്ന് വെറും ലീലയായിട്ട് നിഗ്രഹിച്ചു. സഹസ്ര കവചൻ മഹാശക്തനായ അസുരനാണ്.
അദ്ദേഹത്തിന് 1000 പോർച്ചട്ടകൾ ഉണ്ട് എന്നർത്ഥം. 1000 പോർച്ചട്ടകൾ ധരിച്ചവനായതുകൊണ്ട് സഹസ്രകവചൻ എന്ന അന്വർത്ഥ നാമം സിദ്ധിച്ചു. 1000 സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായാലേ അവൻ്റെ ഒരു കവചം പിളർക്കാൻ സാധിക്കുകയുള്ളൂ. നരനാരായണന്മാരിൽ ഒരാൾ 1000 കൊല്ലം തപസ് ചെയ്യും, മറ്റേയാൾ അത്രയും കാലം യുദ്ധം ചെയ്യും. ഇങ്ങനെ ഊഴമിട്ട തപസ്സും യുദ്ധവും 1000 സംവത്സരം വീതം നടത്തി നരനാരായണന്മാര് സഹസ്ര കവചനെ ഒരു കവചം മാത്രമാക്കിയിട്ട് എളുപ്പത്തിൽ നിഗ്രഹിച്ചു. ഈ സഹസ്ര കവചനാണ് കർണനായിട്ട് പിന്നീട് ദ്വാപരയുഗത്തില് ജനിക്കുന്നത് എന്നുകൂടി ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. സഹസ്ര കവച നിഗ്രഹം ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടില്ല. ഇത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തു ചേർത്തിട്ടുള്ളതാണ്. നരനാരായണ അവതാരത്തെക്കുറിച്ച് ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമുന്യഗതാം സലീലം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. ശ്ലോകം 4. നരനാരായണ അവതാരത്തിന്റെ ശിഷ്ടാനുഗ്രഹ രൂപമായ ഫലാന്തരം എന്താണെന്ന് കാണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. അന്വാചരന്നുപതിശന്നവിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമൻ ബദരികാശ്രമമധ്യവാത്സീ ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. അഥ ത്വം ഭ്രാതൃമൻ സഹസ്രകവച നിഗ്രഹാനന്തരം നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശന്നപി ബദരികാശ്രമമധ്യവാസി. നിവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചു. അഥ ശക്രതേ ശമ തപോബല നിസ്സഹാത്മാ. അനന്തരം ഇന്ദ്രൻ അവിടുത്തെ ശമം തപോബലം ഇവയിൽ ഈർഷ്യയുള്ളവനായിട്ട് മാരം ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ കാമദേവനെ സ്വർഗസുന്ദരിമാരോടുകൂടി പറഞ്ഞയച്ചു. അങ്ങ് സഹോദരനോടുകൂടി ബദരികാശ്രമത്തിൽ പോയിട്ട് സർവസംഘ പരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ജനങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ടതിലേക്കായി സ്വയം അനുഷ്ഠിച്ചും ഉപദേശിച്ചും താമസിച്ചു വന്നു. അതിനുശേഷം ഇവർ തപസ്സുകൊണ്ട് സ്വർഗത്തെ അപഹരിക്കുമോ എന്ന് സംശയിച്ച ദേവേന്ദ്രൻ അങ്ങയുടെ ഇന്ദ്രിയ നിഗ്രഹ ശക്തിയിലും തപോബലത്തിലും അസൂയാലുവായിട്ട് തപോ വിഘ്നാർത്ഥം അപ്സര സുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ നിയോഗിച്ചു. സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിച്ചാലേ ഉപദേശം സഫലമാവുകയുള്ളൂ. ദുഷ്ടനിഗ്രഹം, മോക്ഷധർമ്മോപദേശം എന്ന് 2 പ്രയോജനമാണ് നരനാരായണ അവതാരത്തിന് ഉള്ളത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. അന്വാചരൻ ഉപദിശന്നവിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമൻ ബദരികാശ്രമമധ്യവാസീ ശക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം
പ്രജിഘായമാരം അന്വാചരൻ ഉപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമൻ ബദരികാശ്രമമധ്യവാത്സീ ശക്രോധത്തെ ശമ തപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാപരിവൃതം പ്രജിഘായമാരം. അടുത്ത ശ്ലോകം 5 ശ്രീ നരനാരായണ മൂർത്തിയുടെ കാമവിജയം അതാണ് വർണ്ണിക്കുന്നത്. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈർ വികസദ്വിലാസൈഃ വിധ്യന്മുഹുർമുഹുരനുകമ്പം ഉദീക്ഷ്യ ച ത്വം. ശ്ലോകം 5. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈഃ വികസദ്വിലാസൈഃ വിധ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വം. ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ. കാമ വസന്തമലയാനിലബന്ധുശാലി വികസദ്വിലാസൈഃ കാന്താകടാക്ഷവിശിഖൈഃ മുഹു മുഹു വിധ്യൻച. ഒരുമിച്ചാണ് ഈ പദങ്ങളെല്ലാം അന്വയിച്ചു തന്നിട്ടുള്ളത്. കാമ കാമൻ വസന്തമലയാനിലബന്ധുശാലി വസന്തം തെക്കൻ കാറ്റ് എന്ന ചങ്ങാതിമാരോടുകൂടി വന്നെത്തി. വികസദ്വിലാസൈഃ തെളിഞ്ഞ വിലാസങ്ങളോടുകൂടിയ കാന്താകടാക്ഷവിശിഖൈഃ സുന്ദരിമാരുടെ കടാക്ഷങ്ങളാകുന്ന അമ്പുകളാൽ മുഹു മുഹു വീണ്ടും വീണ്ടും വിധ്യൻച പ്രഹരിച്ചിട്ടും ത്വാമകമ്പം ഉദീക്ഷ്യഭീത ശ്രീനാരായണനായ നിന്തിരുവടിയെ ഇളകാത്തവനായി കണ്ടിട്ട് ഭയപ്പെട്ടു. അഥ മൃദുഹാസഭാജ ത്വയാ കാമ ജഗതേ. അനന്തരം മന്ദഹാസത്തോടെ നിന്തിരുവടി കാമനോട് പറഞ്ഞു. ശകരനാല് ദേവേന്ദ്രനാല് നിയോഗിക്കപ്പെട്ട കാമദേവൻ തൻ്റെ സന്തത ബന്ധുക്കളായ വസന്തനോടും മലയാനിലനോടും കൂടി നരനാരായണന്മാരുടെ സമീപം വന്നിട്ട് പ്രകാശമാനമായ ഭ്രൂചലനാദികളോടുകൂടിയ സുരസുന്ദരികളുടെ കടക്കൻമുനകളാകുന്ന ബാണങ്ങളാൽ തുടരെ തുടരെ പ്രഹരിച്ചിട്ടും നിശ്ചലനായിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ കണ്ട് പരിഭ്രമിച്ചു. പിന്നീട് മന്ദഹാസത്തോടുകൂടി അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് കാമാദികളോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈർ വികസദ്വിലാസൈഃ വിധ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വം. ഭീതസ്ത്വയാധ ജഗതേ മൃദുഹാസഭാജാ. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈഃ വികസദ്വിലാസൈഃ വിധ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വം. ഭീതസ്ത്വയാധ ജഗതേ മൃദുഹാസഭാജാ. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈർ വികസദ്വിലാസൈഃ
വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യത്വം ഭീതസ്ത്വയാത ജഗതേ മൃദുഹാസഭാജ. ശ്ലോകം 6. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാ വോ മന്മാനനം ദിഹ ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവദാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകാതരാക്ഷീ. അധ ത്വം ഹേ അംഗജ വസന്തസുരാംഗനാവ ഭീത്യാ അലം. അനന്തരം അവിടുന്ന് അല്ലയോ കാമ വസന്ത ദേവസുന്ദരിമാരെ നിങ്ങൾക്ക് ഭയം വേണ്ട. ഇഹ മന്മാനനം തു ജുഷധ്വം ഇതി ബ്രുവാണ. ഇവിടെ വെച്ച് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരകാതരാക്ഷീ തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ വിസ്മയേന പരിതസ്തുവതാം ഏഷാം പ്രാദർശയ അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്നു സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവർ തോറ്റു നാണം കെട്ട് മടങ്ങുന്നു. അല്ലയോ അംഗജ, അല്ലയോ വസന്ത, അല്ലയോ ദേവാംഗനമാരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഇവിടെ അടുത്തു വന്നിട്ട് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുവിൻ. അഥവാ എൻ്റെ മനസ്സിനാൽ സങ്കല്പിക്കപ്പെട്ട സൽക്കാരത്തെ നിർഭയം സന്തോഷത്തോടെ സ്വീകരിച്ചാലും എൻ്റെ മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ടതും ഒരു ദാനമെന്ന നിലയിൽ നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ യോഗ്യവുമായ ഈ അപൂർവ സുന്ദരി രത്നങ്ങളെ സസന്തോഷം ഏറ്റുവാങ്ങിയാലും അനന്തരം അങ്ങയുടെ ചുറ്റും ആശ്ചര്യത്തോടുകൂടി നിന്ന് സ്തുതിക്കുന്ന കാമാദികൾക്ക് തൻ്റെ യോഗബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിചാരികകളായ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലാം. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ മന്മാനനം തിഹ ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവദാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകാതരാക്ഷീ. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ മന്മാനനം തിഹ ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവദാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകാതരാക്ഷീ. അടുത്ത ശ്ലോകം 7. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദാസികാ പരിമിളൈ. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹു ത്രപയൈവ സർവസ്വർവാസി ഗർവശമനിം പുനരുർവശീം താം. അടുത്ത ശ്ലോകം 7. സമോഹനായ മിളിത മദനാദയസ്തേ ത്വദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹു ത്രപയൈവ സർവസ്വർവാസി ഗർവശമനിം പുനരുർവശീം താം. തേ സമോഹനായ മിളിത മദനാദയ. അവിടുത്തെ സമോഹിപ്പിക്കുവാൻ എത്തിയ കാമദേവൻ മുതലായവർ ത്വദാസികാ പരിമളൈ മോഹമാപു കില. അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹത്തെ പ്രാപിച്ചു പോലും.
പുനത്വയാ ദത്താം സർവസ്വർവാസി ഗർവശമനീം. അനന്തരം അവിടുന്ന് സമ്മാനിച്ച എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യമതം നശിപ്പിക്കുന്ന താം ഉർവശീം ത്രപയാ ജഗൃഹുച്ച. ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. ശ്രീനാരായണ മഹർഷി തൻ്റെ ഊരുവിൽ നിന്ന് ഉർവശിയെ സൃഷ്ടിച്ചു എന്ന് പ്രസിദ്ധിയുള്ളതാണ്. ഊരുദ്ഭവം നരസഖസ്യ മുനേ എന്ന് കാളിദാസനൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അതായത് അങ്ങയെ മോഹിപ്പിക്കുവാനായിട്ട് വന്നു ചേർന്ന കാമദേവാദികള് അങ്ങയുടെ പരിചാരികകളുടെ വിലാസാദികൾ കൊണ്ട് മോഹിച്ചു പോയത്രേ. പിന്നീട് അവർ അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും സ്വർഗവാസികളുമായ എല്ലാ അപ്സര സുന്ദരികളുടെയും ഗർവിനെ ശമിപ്പിക്കുന്ന പ്രസിദ്ധിയുള്ളവളും ആയ ഉർവശിയെ ലജ്ജയോടുകൂടി സ്വീകരിച്ചു. ഊരുവിൽ നിന്നും ഉദ്ഭവിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഊർവശി എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. നാരായണ ഋഷിയുടെ ഊരുവിൽ നിന്ന്, തുടയിൽ നിന്നാണ് ഇവളുടെ ജനനം. ഈ ശ്ലോകം നമുക്ക് 2 തവണ ചൊല്ലി സമർപ്പിക്കാം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹു ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. അടുത്ത ശ്ലോകം 8. ദൃഷ്ട്വോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പര്യാകുലോജനി ഭവന്മഹിമാവമരുശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാൽ ത്വത്തോധികോ വരദ കൃഷ്ണതനു ത്വമേവ. ശക്ര ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച. ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അവിടുത്തെ കഥ കേട്ടിട്ടും ഭവൻ മഹിമാവമരുശാൽ പര്യാകുല അജനി, അങ്ങയുടെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് വ്യാകുലനായി തീർന്നു. ഹേ വരദ, ഏവം പ്രശാന്തരമണീയതരാവതാരാൽ ത്വത്ത. അല്ലേ അഭീഷ്ടത, ഇപ്രകാരം സൗമ്യവും ആശ്ചര്യകർമാനുഷ്ഠാനത്താൽ അതിമനോഹരവുമായ അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ അധിക കൃഷ്ണതനു ത്വമേവ. ശാന്തിയും വിചിത്ര കർമ്മവും കൊണ്ട് ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണസ്വരൂപനായ നിന്തിരുവടി മാത്രമാകുന്നു. ഭട്ടതിരിപ്പാടിന്റെ കൃഷ്ണഭക്തി ആണ് അവസാനം തെളിഞ്ഞു കാണുന്നത്. 4 മുതൽ 8 കൂടിയിട്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് പ്രതിപാദിച്ചിട്ടുള്ള കാമവിജയം എന്ന കഥ ശ്രീമദ് ഭാഗവതത്തിൽ ഇല്ല. 11-ാം സ്കന്ധം 4-ാം അധ്യായത്തിൽ ഉണ്ട്, അതായത് ചതുർത്ഥ സ്കന്ധത്തിൽ ഇല്ല. ശ്രീനാരായണമൂർത്തിയുടെ അവതാര മഹത്വം പ്രതിപാദിക്കാൻ ഔചിത്യാനുസാരം ഇവിടെ ഈ കഥ കൂടി സൂചിപ്പിച്ചു. ഇനി അങ്ങോട്ട് ദക്ഷയാഗ ചരിത്രമാണ് ആരംഭിക്കുന്നത്. ഈ ശ്ലോകം നമുക്ക് 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ദൃഷ്ടോർവശീം തവ കഥാം ജനിശമ്യ ശക്ര പര്യാകുലോജനി ഭവൻ മഹിമാവമരുശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാൽ ത്വത്തോധികോ വരദ കൃഷ്ണസ്തനുസ്ത്വമേവ. ദൃഷ്ടോർവശീം തവ കഥാം ജനിശമ്യ ശക്ര പര്യാകുലോജനി ഭവൻ മഹിമാവമരുശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാൽ
ത്വത്തോധികോ വരദ കൃഷ്ണതനു ത്വമേവ. അടുത്ത ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. ദക്ഷതു ധാതു അതിലാളനയാരജോന്ധ. ദക്ഷനാകട്ടെ ബ്രഹ്മാവിന്റെ അതിലാളന കൊണ്ട് രാജസങ്ങളായ ക്രോധ മത്സരാദികളാൽ വിവേകശൂന്യനായിട്ട് തീർന്നു. നാത്യാദൃതത്വൈജ അശാന്തി ആസീത് കഷ്ടം. ബ്രഹ്മാവിനാൽ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു. കഷ്ടം. ഏന ഭവത്തനും ഏവ സർവം വ്യരുന്ധ. ഈ അവിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. വൈരപിശുനെ യജ്ഞേ സ്വസുതാം വ്യമാനീച്ച. ശിവവിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തൻ്റെ മകളെ അപമാനിക്കുകയും ചെയ്തു. ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചതാണ് ബ്രഹ്മാവ് ചെയ്ത അതിലാളന. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു വന്നു. ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ ബന്ധിച്ചു. ദക്ഷൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തതിൽ ദക്ഷൻ കോപിച്ച് സദസ്സിൽ വെച്ച് ശ്രീ മഹാദേവനെ പരമേശ്വരനെ വല്ലാതെ അധിക്ഷേപിച്ചു. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം അറിയിക്കുക പോലും, അതായത് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ഒരു യജ്ഞത്തിനുള്ള പുറപ്പാട് ചെയ്തു. മകളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിക്കുക പോലും ഉണ്ടായില്ല. ദക്ഷയാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ സതി പരമേശ്വരന്റെ ഉപദേശം മാനിക്കാതെ യാഗത്തിന് പുറപ്പെടുകയും യാഗത്തിൽ വെച്ച് പിതാവിനാൽ അപമാനിതയാവുകയും യോഗാഗതിയിൽ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ള വിശേഷപ്പെട്ട ദക്ഷയാഗ ചരിത്രത്തിൻ്റെ സമാരംഭമാണ് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നത്. അതായത് ദക്ഷപ്രജാപതിയുടെ ചരിത്രം ഈ 9-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഭഗവാൻ ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളെല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തെ പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാൻ യോഗ്യനാക്കി തീർത്തു എന്ന് പറയുകയാണ് ഒടുവിലത്തെ, അതായത് അടുത്ത ശ്ലോകത്തിലൂടെ. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സുസുതാം വ്യമാനീൽ. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധസ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. അടുത്ത ശ്ലോകം 10. ക്രുദ്ധേശമർദിതമഖ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവ ത്വൽപൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികരപാഹി മരുൽപുരേശ. സതുക്രുദ്ധേശമർദിതമഖ കൃത്തശീർഷ. ആ ദക്ഷനാകട്ടെ കോപിച്ച ശിവനാൽ തകർക്കപ്പെട്ട
യാഗത്തോടു കൂടിയവനായി, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി. അഥ ദേവപ്രസാദിതഹരാൽ ലബ്ധ ജീവ, പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. തുൽപൂരിതക്രതുവര പുനഃശാന്തിമാപ, അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഹേ പ്രശാന്തികര മരുൽപുരേശ സത്വം പാഹി, എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. ദക്ഷനാൽ അപമാനിതനായ സതീദേവി യോഗാഗ്നിയിൽ ദേഹം ത്യജിച്ചു എന്നറിഞ്ഞ പരമേശ്വരൻ ക്രുദ്ധനായിട്ട് തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. അത്യുഗ്രമായ ആ ശൈവ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷന്റെ കഴുത്തറക്കുകയും ചെയ്തു. ദേവന്മാരുടെ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ദക്ഷന്റെ കണ്ഠത്തിൽ ഒരു ആടിന്റെ തലവെച്ച് അദ്ദേഹത്തിന് ജീവൻ കൊടുത്തു. ഭഗവത് പ്രസാദത്താൽ പിന്നീട് യജ്ഞം മുഴുപ്പിക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ക്രോധം, ദംഭം മുതലായ ദോഷങ്ങൾ നീക്കി ദക്ഷന് ഭഗവാൻ ശാന്തി നൽകി. ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധം 2 മുതൽ 7 കൂടിയിട്ടുള്ള അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചിട്ടുള്ള ദക്ഷയാഗ കഥ നാരായണീയത്തിൽ 2 ശ്ലോകം കൊണ്ട് അത്യന്തം ചുരുക്കിയിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ വിശേഷം ആയിട്ട് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. ക്രുദ്ധേശമർദ്ദിതമഖസ്സതുകൃത്ത ശീർഷോ ദേവപ്രസാദിതഹരാദഥ ലബ്ധജീവ ത്വൽപൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹിമരുൽപുരേശ. ക്രുദ്ധേശമർദ്ദിതമഖ സതുകൃത്ത ശീർഷോ ദേവപ്രസാദിതഹരാദഥ ലബ്ധജീവ ത്വൽപൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുൽപുരേശ. ക്രുദ്ധേശമർദ്ദിതമഖസ്സതുകൃത്ത ശീർഷോ ദേവപ്രസാദിതഹരാദഥ ലബ്ധജീവ ത്വൽപൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുൽപുരേശ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം.